ഇതാണ് ചരിത്ര വിജയം. ഒരൊറ്റ സിനിമ കൊണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. തിയേറ്ററിൽ ഇപ്പോഴും വിജയക്കുതിപ്പ് നടത്തുന്ന ചിത്രം മാർക്കോ ആഗോളതലത്തിൽ തന്നെ തരംഗം സൃഷ്ടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. പ്രദർശിപ്പിച്ച എല്ലാ ഭാഷകളും ഏറ്റെടുത്ത ഈ ചിത്രം യുവാക്കൾക്കിടയിൽ ഇപ്പോൾ ട്രെൻഡിംഗായി മാറിക്കഴിഞ്ഞു. മാർക്കോയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് അതോടകം തന്നെ സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ചിത്രത്തിലെ നായകനായ ഉണ്ണി മുകുന്ദൻ തന്നെ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒരു അഭിമുഖത്തിലാണ് സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും അതേസമയം സിനിമയിലെ താരനിരയെക്കുറിച്ച് നടൻ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഹൈപ്പിന് മുകളിൽ പോകുന്ന ഗംഭീര രണ്ടാം ഭാഗം ഒരുക്കാനാണ് തീരുമാനമെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അതേസമയം തനിക്കും മാർക്കോയുടെ സംവിധായകൻ ഹനീഫ് അത്തേനിക്കും നിർമ്മാതാവ് മുഹമ്മദ് ഷെരീഫിനും സിനിമകൾ ചെയ്യാനുണ്ടെന്നും താരം അഭിമുഖത്തിൽ പറഞ്ഞു. മാർക്കോയുടെ രണ്ടാം ഭാഗത്തിനായി കൈകോർക്കാൻ ശ്രീഗോകുലം മൂവീസും എത്തുന്നുവെന്ന വാർത്തകളും ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും മാർക്കോ എന്ന സൂചന നൽകിക്കൊണ്ട് ശ്രീഗോകുലം മൂവീസ് വിക്രമിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു. ഇതോടെ രണ്ടാം ഭാഗത്തിൽ വിക്രം എത്തുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ. വിക്രമിനോടൊപ്പമുള്ള ചിത്രം മാർക്കോയുടെ നിർമ്മാതാവ് മുഹമ്മദ് ഷെരീഫ് നേരത്തെ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദനും ചിയാൻ വിക്രമും ശ്രീഗോകുലം മൂവീസിന്റെ SR കൃഷ്ണമൂർത്തിയും നിൽക്കുന്ന ഫോട്ടോയും പുറത്തുവന്നത്. ഷെരീഫ് പങ്കുവച്ച അതേ ചിത്രത്തിലെ പശ്ചാത്തലവും വിക്രമിന്റെ വേഷം ഒന്നു തന്നെയാണ്. അതിലൂടെ വിക്രവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷെരീഫ് മുഹമ്മദിനൊപ്പം ഉണ്ണി മുകുന്ദനും ഉണ്ടായിരിക്കുമെന്നാണ് ഫോട്ടോകൾ വ്യക്തമാക്കുന്നത്. മാർക്കോ ഗംഭീര അഭിപ്രായമായി മുന്നോട്ടു പോകുകയാണ്. കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ വിളിച്ച് അഭിനന്ദിച്ചിരുന്നുവെന്നും സിനിമാ മേഖലയിലെ വലിയ സാങ്കേതിക പ്രവർത്തകരും വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞു. മാർക്കോ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റായതോടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ നിന്നെല്ലാം പുതിയ സിനിമകൾക്കായി വിളിക്കുന്നുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. എന്നാൽ താൻ പെട്ടെന്നൊന്നും ചെയ്യുന്നില്ല. ഒരു മലയാള സിനിമ ചെയ്തിട്ട് അത് ഇന്ത്യയാകെ നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്നതാണ് തന്റെ വലിയ സന്തോഷമെന്നും മറ്റു ഭാഷകളിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം തങ്ങളുടെ വർക്കിനെ വളരെ പോസിറ്റീവായി പിന്തുണച്ചുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. എന്തായാലും ഉണ്ണി മുകുന്ദന്റെ മാർക്കോയുടെ രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.